വീട്ടിലെ ഒരു സ്ത്രീ ജീവിതത്തിൽ വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നു. വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ, 3 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു കേസ്, ഒരു കുറ്റം ഈ സ്ത്രീയുടെ മേൽ ആരോപിക്കുന്നു. ആ വീട്ടിലെ ഈ പറഞ്ഞതുപോലെ വീട്ട് ഉടമസ്ഥയുടെ മാല മോഷണം പോയി എന്നുള്ളൊരു കുറ്റം ഈ യുവതിയുടെ മേൽ ആരോപിക്കുകയും പോലീസ് വരുന്നു. പോലീസ് ഈ യുവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, FIR ഇടുന്നു. ഈ പറഞ്ഞതുപോലെ കരഞ്ഞു കേണപേക്ഷിച്ചു, ഞാനല്ല കുറ്റം ചെയ്തത്, ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊന്നും ഈ ഏമാന്മാർ കേട്ടില്ല. കാരണം ഒരു ദളിത് യുവതിയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ബിന്ദു എന്ന ദളിത് യുവതിയുടെ കാര്യമാണ്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിറവും ജാതിയും വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ജാതി ഇത്തരത്തിലായതുകൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ നിറം ഇത്തരത്തിലായതുകൊണ്ടാണോ ഈ ഏമാന്മാർ കരഞ്ഞ് കാല് പിടിച്ചിട്ട് അതൊന്ന് നിജസ്ഥിതി തെളിയിക്കാതെ, അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് അന്വേഷിക്കാതെ, ഒരു വാക്ക് പോലും ഈ യുവതിയുടെ കേൾക്കാതെ അറസ്റ്റ് ചെയ്ത് ഒരു രാത്രി ആയപ്പോഴേക്കും സ്വന്തം വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെ ഇത്തരത്തിൽ ആ മാല ഈ തൊണ്ടി മുതലുണ്ടോ എന്നുള്ള ഇതിൽ നോക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവർ പറയുന്നു, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ ആ ഒരു ഭാഗം പോലും കേൾക്കാതെ വെറൊരു മാല പോയതിൻ്റെ കുറ്റമാണ്. ഇത് ഇവർക്ക് വേണ്ടുന്ന വക്കീലോ മറ്റുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമോ, ഈവൻ ഈ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്ന ആ പകൽ സമയത്ത് പോലും സ്വന്തം വീട്ടുകാരെ പോലും അറിയിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഈ പോലീസുകാർ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് അതിശയം. കാരണം ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പകൽ സമയത്തായിരുന്നുവെങ്കിൽ അവർക്ക് പാവങ്ങളാണെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ കയ്യോ കാലോ ഒക്കെ പിടിച്ച് ഒരുപക്ഷെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ ജാമ്യത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീടുള്ള അന്വേഷണങ്ങളാണല്ലോ ഒക്കെ ഇവർക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ അതിനേക്കാൾ അപ്പുറം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനുള്ള മനസ്ഥിതി, വെള്ളത്തിന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വേണമെങ്കിൽ കുടിച്ചോളൂ എന്നുള്ളൊരു ആക്രോശമായിരുന്നു. ഒരു രാത്രി മുഴുവനും ചെയ്യാത്ത കുറ്റത്തിന് ആ സ്ത്രീ ഇരുന്ന് കരഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് പോലും ഒരാൾക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. എന്തോ ഒരു വലിയ പാപവും എന്തോ ഒരു വൃത്തികെട്ട മനോഭാവത്തിലൂടെയാണ് ആ യുവതിയെ ഇവരൊക്കെ കണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും പീഡനങ്ങൾ ആ ഒറ്റ ദിവസം കൊണ്ട് അവർ അനുഭവിച്ചു തീർക്കുകയും പിറ്റേന്ന് രാവിലെ ഇതിൻ്റെ വീട്ടുടമസ്ഥ വന്നിട്ട് ഞങ്ങളുടെ മാല തിരിച്ചു കിട്ടി, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദിവസം ആ സ്ത്രീക്ക് ഉണ്ടായ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനത്തിന് എത്ര രൂപ നൽകിയാൽ അല്ലെങ്കിൽ എന്ത് നൽകിയാൽ ഇതിന് ഒരു അറുതി വരും? എന്നിട്ടും അവിടെ കൊണ്ടും തീർന്നില്ല. തനിക്കേറ്റിയ പീഡനം മാത്രമല്ല, പോലീസുകാർ വീട്ടിലൊക്കെ കൊണ്ടുപോയി മാല മോഷണ കേസുമായിട്ട് കൊണ്ടുപോയി മൊത്തത്തിൽ അവരുടെ അഭിമാനത്തിനും അവരുടെ മാനത്തിനും, ചെറിയ കുടുംബമാണെങ്കിൽ അവർക്കും ഉണ്ട് അഭിമാനം, അവർക്കും ഉണ്ട് ഈ തരത്തിലുള്ള മാനങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ താഴ്ന്നവർന്നോ ഉയർന്നവരെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കറുപ്പ് ഉള്ളവരെന്നോ വെളുപ്പമുള്ളവരെന്നോ എന്നുള്ള ചിന്താഗതിയില്ല. ഇവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആ സമൂഹത്തിലേക്ക് പോലീസ് കൊണ്ടു ചെല്ലുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന വില നഷ്ടപ്പെടുന്ന തരത്തിൽ ആ കുടുംബം മുഴുവനും അവർക്കുണ്ടായ മാനത്തിന് ആരാണ് പരിഹാരം ചെയ്തത്? പോലീസുകാർ കൊടുത്തോ അല്ലെങ്കിൽ വീട്ടുടമസ്ഥ കൊടുത്തോ? ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തിരിച്ച് മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകാനും എന്നുള്ള രീതിയിൽ അവർ തയ്യാറായി. നിരവധി തവണ ഇവരെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവസാനം പരാതി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും പരാതി കൊടുത്തിരുന്ന സമയത്ത് അവിടെ ഉണ്ടായത് ഇവർക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. LDF സർക്കാർ, CPM എന്നൊക്കെ പറയുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഘോര പ്രഭാഷണം നടത്തുന്ന അതേ മുഖ്യമന്ത്രിയുടെ അതേ ഓഫീസിൽ ഒരു ദളിത് യുവതി ചെന്ന് കയറിയപ്പോൾ ഉണ്ടായ തിക്താനുഭവങ്ങൾ, ഇവർ ഭരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ തിക്താനുഭവങ്ങൾ പോരാഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇവിടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ പരാതി ഒന്ന് വായിക്കുക പോലും ചെയ്തില്ല, ഒറ്റയേറാണ് കൊടുത്തത്. അങ്ങ് എടുത്തിട്ടു. എന്നിട്ട് പറഞ്ഞു കോടതിയിൽ അങ്ങ് പോയാൽ മതി, ഇവിടെ ഇത് തരണ്ട കോടതി, അല്ലെങ്കിൽ വീട്ടുകാർ വന്ന് അവരുടെ, കാരണം ഈ ഉടമസ്ഥ കേസ് പിൻവലിച്ച് കാണുമല്ലോ, അവർ വന്ന് പരാതി തരട്ടെ, അപ്പോൾ വീണ്ടും അന്വേഷിക്കാം.
അത് അല്ലെങ്കിൽ നിങ്ങൾ കോടതി പോകും. ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ദിവസം ആ ഒരു സ്ത്രീ തെറ്റ് ചെയ്യാത്തതിന്, പീഡനം അനുഭവിച്ചതിന് ഒന്ന് അതെന്താന്ന് ആ ഇതൊന്നും എടുത്ത് വായിച്ചു നോക്കാൻ പോലുള്ള മനസ്ഥിതിയോ അല്ലെ സമയമോ കാണാൻ കഴിയാത്ത ഏത് സർക്കാരാണ് ഇന്ന് നിലനിൽക്കുന്നത്? നമുക്കറിയാം, ഇന്ന് താണ്ട മുണ്ടക്കൈ ചൂരൽമല ചൂരൽമല യിലുള്ള നാട്ടുകാരെല്ലാം വളരെ പ്രതിഷേധത്തിലാണ്. നമുക്കറിയാം, ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് കേരളത്തെ നടുക്കിയ ഒരു ദുരന്തം തന്നെയാണ്. അവരുടെ പുനരധിവാസത്തിന് പോലും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യം, ഇവർക്ക് ആഘോഷ പരിപാടികളാണ്. ഇവർക്ക് ഈ പറഞ്ഞോണം പാവങ്ങളെന്നോ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി ചെയ്യണമെന്നോ, ഇത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതൊന്നുമല്ല. അവർക്ക് 4ാം വാർഷികം ആഘോഷിക്കണം, 10-60 റോഡുകൾ അവിടെ ഇവിടെയൊക്കെ ശരിയാക്കി സ്മാർട്ട് സിറ്റിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്ത തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നു, അതിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന നീതി നടപ്പിലാക്കാനോ ഉറപ്പാക്കാനോ അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഇതിപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് പോവുകയാണ്. യുവതി നിരവധി വാർത്താ മാധ്യമങ്ങളെ കാണുകയും തനിക്ക് നേരിട്ട അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഈ യുവതി പോയത് അഡ്വക്കേറ്റുമായിട്ടാണ്. പക്ഷേ അവിടെ നിന്നുണ്ടായ മോശമായിട്ടുള്ള ഈ ഒരു പ്രതികരണം, പി ശശി ഈ ഒരു പരാതി മേശപ്പുറത്തേക്ക് ഇടുകയും അത് വായിച്ചു നോക്കുകയും ചെയ്യില്ല എന്നുള്ള പരാതി വീണ്ടും മാധ്യമങ്ങളിൽ നിറയാണ്. മെയ് 13-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ് ബിന്ദുവിനെ പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പിന്നീട് യുവതിയെ പറഞ്ഞു വിട്ടത്. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്നുള്ള രീതിയിലുള്ള പരാതികളും കാര്യങ്ങളുമൊക്കെയാണ് ഈ യുവതി ഉന്നയിക്കുന്നത്. എന്നാൽ പി ശശി പറയുന്നത്, ഇപ്പം മാധ്യമങ്ങളിലൊക്കെ നിന്നപ്പോഴത്തെ ഇനിയിപ്പം ഈ പറഞ്ഞോണം പാർട്ടിയുടെ മുഖഛായയ്ക്ക് പ്രതിച്ഛായയ്ക്കും ഒക്കെ കളങ്കം തട്ടാതെ എന്തെങ്കിലുമൊക്കെ അടവുകൾ നടക്കണം. അവരെന്തെങ്കിലുമൊക്കെ പണികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ നല്ല വാക്കുകളുണ്ടല്ലോ. ബിന്ദുവിൻ്റെ പരാതി ഗൗരവത്തോടെയാണ് കണ്ടത്. എന്ത് ഗൗരവത്തോടെ? മേശപ്പുറത്തേക്ക് വലിച്ചിട്ട സാക്ഷി തന്നെ പറയുമ്പോൾ പിന്നെ എന്ത് ഗൗരവത്തോടെയാണ് ആ പരാതി കാണുന്നത്? ഈ നിമിഷം വരെ എന്താണ് അവരെടുത്തത്? നമ്മൾക്കറിയാം, നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾക്ക് എതിർ കക്ഷിക്കൊക്കെ പരാതി കൊടുത്താൽ നമുക്ക് മാനനഷ്ടം ധനനഷ്ടത്തിനും ഒക്കെ പരാതി കൊടുക്കാം. പക്ഷെ അതിനൊന്നുമുള്ള ഒരു സാമ്പത്തികം ഈ യുവതിക്ക് ഉണ്ടാവില്ല. ഈ വീട്ടുവേലയ്ക്കൊക്കെ പോകുന്ന അവരുടെ ജീവിതത്തിന്റെ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുടുംബങ്ങൾ കാണും, പ്രാരാബ്ദങ്ങൾ കാണും. അപ്പം അതിനിടയിലാണ് ഈ ഉടമസ്ഥ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. അവരിൽ നിന്ന് അല്ലാതെ തന്നെ കുറേ തിക്താനുഭവങ്ങൾ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവർക്കുണ്ടായി എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അത് ഒരറ്റം കിടക്കുന്നു. അങ്ങനെ ഈ ഒരു വീട്ടുജോലിക്ക് പോയി കിട്ടുന്നത് കൊണ്ട് അന്നന്ന് ജീവിക്കുന്ന ഇവര് ഇനി ഇപ്പൊ അഡ്വക്കേറ്റിനെ കണ്ട് അത് കോടതിയിൽ പോകാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പൊ അവര് ചിന്തിച്ചത് എന്താണ്? ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാരാണ്, ഒരു പക്ഷേ ആ പാർട്ടി അധികമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സർക്കാരിന്, എന്നാൽ അദ്ദേഹത്തിനോട് തന്നെ അവിടേക്ക് തന്നെ ഞാൻ എൻ്റെ പരാതി അറിയിക്കാം, വേണ്ടുന്ന നടപടികൾ എടുക്കട്ടെ, എനിക്ക് വേണ്ടുന്ന നീതി കിട്ടട്ടെ എന്നുള്ള തരത്തിൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് അവിടെയും കിട്ടിയത് തിക്താനുഭവമാണ്. അപ്പം ഇവർ ഈ പറഞ്ഞതുപോലെ വേടനെ എടുത്തു വെച്ച് 4ാം വാർഷികാഘോഷം ജാതിക്ക് ഇതായിട്ട് പ്രവർത്തിക്കുന്ന വേടന് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കഞ്ചാവ് കേസിലെ പ്രതിയായ വേടനെ എടുത്തു വെച്ച് തുള്ളിക്കാനും, വേടനെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇപ്പൊ ഇടുക്കിയിലും പാലക്കാടും വേടന്റെ പ്രോഗ്രാം അവതരിപ്പിച്ച് എന്തിനാണ് കൊണ്ടുപോകുന്നത്? പിണറായി ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വരത്തില്ല, വേടൻ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തി. ഇതിനു വേണ്ടി തന്നെ കൊണ്ടുപോയത്. അപ്പം വേടനെ പൊക്കുന്ന അതേ വർഗത്തിന്റെ ഒരു വിഭാഗമാണ് ഈ സ്ത്രീ അനുഭവിച്ച തിക്താനുഭവങ്ങൾ. അപ്പൊ വേടന് കൊടുക്കുന്ന നീതിയുടെ ഒരു 1/4 ഭാഗം എന്തെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഇതിൽ കൊടുക്കണം. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് വേണ്ടി കൊടുക്കണം. ഇതൊന്ന് പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.